ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു നൈക്ക ഹോൾ ചെയ്യാൻ പോവാണ്. ഞാനിത് വിഷ് ലിസ്റ്റിലിട്ട് വെച്ചിട്ട് കുറേ ആയിട്ടോ, ബഡ്ജറ്റ് ഒത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേശ്ശെ ഒപ്പിച്ച് വാങ്ങിച്ചതാണ്. ഇതെനിക്ക് എന്താ പറയുക, എൻ്റെ മേക്കപ്പ് ബോക്സിലേക്കും പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാനും കൂടി, രണ്ടിനും കൂടി വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ബാഗിലേക്കുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് കേട്ടോ. ഇത് കുറേ ആയി എൻ്റെ കയ്യിലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ തീർന്നിട്ട് ഒന്നും യൂസ് ചെയ്യലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അടുത്തത് വാങ്ങുമ്പോൾ എന്തായാലും പുതിയത് എന്തെങ്കിലും ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതാണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ പൊട്ടിച്ചായിരുന്നു കേട്ടോ. ഇന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ തന്നെ പൊട്ടിച്ച് എല്ലാം ടെസ്റ്റ് ചെയ്ത് മണത്ത് നോക്കിയൊക്കെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ചൂടോടുകൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഭയങ്കര ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പാക്കേജ് തുറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്ത് പൊട്ടിച്ച് കവറൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് CTM എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോസസ്സിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഞാൻ മൊത്തത്തിൽ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ CTMനുള്ള എല്ലാ സംഭവങ്ങളും തീർന്ന് നടക്കായിരുന്നു. ഞാൻ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല സ്കിന്നിൽ. ഒരു 1 മന്തായിട്ട് എൻ്റെ സ്കിന്നിൽ ഒന്നും അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ടോണറിന് തുടങ്ങാം കേട്ടോ. ക്ലെൻസിങ്ങിനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ടോണറാണ് ഇത്. ഞാൻ മുന്നത്തെ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് കേട്ടോ. ഇതെനിക്ക് കുറച്ച് നന്നായിട്ട് വർക്കിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ആ സെയിം തന്നെ, ഇതിന് വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സെയിം തന്നെയാണ്. ബയോട്ടിക്കിൻ്റെ കുക്കുംബർ പോർ ടൈറ്റനിങ് ടോണറാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് ഇതാണ്. ഇതിൻ്റെ സ്മെല്ല് ചിലവർക്ക് എല്ലാവർക്കും ഒന്നും പറ്റുന്നുണ്ടാവില്ല. ഒരു എന്താ പറയുക, ഒരു കെമിക്കൽ ഇങ്ങനെ മണക്കുമ്പോൾ നമ്മളെ ചന്ദ്രിക സോപ്പൊക്കെ അല്ലേ, അതിൻ്റെ ഒക്കെ സ്മെല്ലാണ്. പക്ഷേ ഇതിൻ്റെ ആ ലിക്വിഡ് ഒരു നമ്മൾ ചന്ദ്രിക സോപ്പിൽ കുറച്ചുകൂടി കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഒരു കെമിക്കലിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയായിട്ട് എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. പോഴ്സൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുകൂടി ഞാൻ രണ്ടാമത് വാങ്ങിക്കുന്നതാണ് ഈ ഒരു സംഭവം കേട്ടോ. പിന്നെ ഒരു സിറമാണ് വാങ്ങിച്ചത്, പ്ലമ്മിൻ്റെ, കാണുന്നുണ്ടോ, പ്ലമ്മിൻ്റെ വൈറ്റമിൻ C സിറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാക്കേജ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വലുപ്പമുള്ളതാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിന് വലുപ്പമില്ല, കുഞ്ഞതാ, ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ. ഈ ഒരു വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ സംഭവം, കുഞ്ഞതിൻ്റെ. ഒരാഴ്ചത്തേക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതേ ഉണ്ടാവുമെന്നാണ് തോന്നണേ. ഇത് കുറേ യൂട്യൂബിലും റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ടാവും ഒന്നറിയില്ല, ഞാനത് യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. സംഭവം കുട്ടി, പക്ഷെ നല്ല ക്യൂട്ടാണ്. പക്ഷെ സാധനം ഇല്ല ഇതിൽ. ഇത്ര എങ്ങാണ്ട് കാണുന്നുണ്ടോ, ഇത്ര എങ്ങാണ്ടേ ഉള്ളൂ. എന്താ അല്ലേ പാക്കേജ് നോക്കിയാ, ഇത് നോക്കിയാ സംഭവം റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഞാൻ വെച്ചു ആ റേറ്റിനനുസരിച്ചിട്ടുള്ള പാക്കേജ് കണ്ടപ്പോൾ കുറച്ച് വലിയ ബോട്ടിലാണ്. എൻ്റെ കയ്യിൽ ഡോട്ട്&കീയുടെ ഒരു സെറം ഉണ്ടായിരുന്നു കേട്ടോ. സെയിം റേറ്റ് തന്നെ, പക്ഷേ എൻ്റെ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഡോട്ട്&കീയുടെ സെറം സെയിം റേറ്റ് തന്നെ, പക്ഷേ എൻ്റെ ബോട്ടിൽ കണ്ടില്ലേ, വലുതാണ്. ഇത് കണ്ടില്ലേ, സെയിം റേറ്റിൻ്റെ സാധനം തന്നെ, കുഞ്ഞതാണ്. എന്തായാലും അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് കേട്ടോ, സിറം. റിവ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു, അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയതാണ്. അടുത്തതാണ് പ്ലമ്മിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. ഇതും ഞാൻ നല്ല റിവ്യൂസും കാര്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു പ്ലമ്മിൻ്റെ. അപ്പോൾ എൻ്റെ കുറച്ച് ഓയിലി ടൈപ്പ് സ്കിന്നാണ്.
അതുകൊണ്ട് പ്ലമ്മിൻ്റെ ഈ ജെൽ മോയ്സ്ചറൈസർ നോക്കിയിട്ട് വാങ്ങിച്ചു കേട്ടോ. ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നത് പോൺസിൻ്റെ ആണ്, പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നി. അങ്ങനെ കുറേ ആയി എൻ്റെ, ഞാൻ പറഞ്ഞില്ല ബാഗിൽ കിടക്കണം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഗ്ലാസ് ബോട്ടിലാണ്, വീണാൽ പൊട്ടുമായിരിക്കും. നല്ല നല്ല അടിപൊളി പാക്കേജിങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കിക്കേ, ഇത് ഗ്ലാസ് ആണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് ഇതാണ്ട് അടിപൊളി പാക്കേജിങ് ഒക്കെയാണ് സംഭവം. ഇതിന് കാര്യമായിട്ട് സ്മെല്ലോ അങ്ങനത്തെ ഒന്നുമില്ല, നല്ല നല്ല ജെൽ ടൈപ്പുള്ള നല്ല രസമുണ്ട്. സ്മെല്ലൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ പാക്കേജിങ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് തേർഡ് വൺ. ഇതും യൂസ് ചെയ്ത് നോക്കിയിട്ട്, ഇത് റൈസ് വാട്ടർ, പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ക്ലിയർ മോയ്സ്ചറൈസിങ് ജെല്ലാണ്. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് അടുത്തതൊരു സൺസ്ക്രീനാണ്. ഇത് ഡെർമയുടെ 1% ഹൈലറോണിക് ആസിഡ് അക്വജൽ സൺസ്ക്രീനാണ് കേട്ടോ അത്. അപ്പം ഇതാണ് അടുത്തത്. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നത് ലോട്ടസ് അല്ലേ, അങ്ങനെ എന്തിൻ്റെ ഒന്ന് സൺസ്ക്രീൻ ആയിരുന്നു, മറന്നുപോയി. പിന്നെ വാങ്ങിച്ചേക്കുന്നത് മാട്രിക്സിൻ്റെ ഈ ഒരു ഷാമ്പൂ കേട്ടോ. ഇത് കുറേ മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2-3-4 കൊല്ലം മുന്നേ, 2-3 കൊല്ലമല്ല, കുറച്ച് മുന്നേ ഞാനിത് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഹെയർ കെമിക്കലി ട്രീറ്റഡ് ആണ്, അങ്ങനെയുള്ള ഹെയർസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കണ്ടീഷണറും ഉണ്ട്. എൻ്റെ സ്മെല്ല് അടിപൊളി സ്മെല്ലാട്ടോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ എല്ലാ സാധനങ്ങളും തുറന്നു നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ മണത്ത് നോക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം തുറന്നു നോക്കി മണത്ത് നോക്കിയിട്ടൊക്കെയാണ്. ചില സ്മെല്ല് എനിക്ക് പറ്റില്ല, ഭയങ്കര തലവേദന എടുക്കും. നമ്മൾ ഷാമ്പു കണ്ടീഷണർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തലയിൽ യൂസ് ചെയ്യുന്നതല്ല, അപ്പോൾ സ്മെല്ല് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തലവേദനയോ അങ്ങനെ സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിലൊരു എന്താ പറയുക, ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തേക്കുന്ന സമയത്ത് എനിക്ക് അപ്പം തൊട്ട് ഞാൻ തുമ്മാൻ തുടങ്ങും. അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. അതേപോലെ തന്നെയാണ് ഫേസിലിടുന്ന എന്ത് സാധനങ്ങളായാലും സ്മെല്ല് പറ്റിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാം മണത്ത് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ ഞാൻ വാങ്ങലുള്ളൂ കേട്ടോ. അപ്പം അടുത്തത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഇത് കളറൊരു ബ്രൗൺ, ഈ ഒരു കളർ കാണുന്നുണ്ടോ, ഇതാണ്ട് ഈ ഒരു കളറാണ്. ഇത് സംഭവം എന്നോട് മാറിപ്പോയതാണ്, ഈ കളറല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്കിത് വന്നപ്പോൾ ഇതെനിക്ക് ലൈക്കായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, റിട്ടേൺ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഇത് അങ്ങനെ ഒരു കളറാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ ബോക്സിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഇതും ബോക്സിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ കൊടുത്തില്ല. പിന്നെ അതേപോലെ ബോക്സിൽ പോകാനുള്ള ഒരു സാധനമാണ് ഈ ഒരു മേബിലിൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതൊരു അടിപൊളി ഷെയ്ഡാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ ആയുധങ്ങളും സംഭവങ്ങളും ഒക്കെ ഏട്ടൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് എൻ്റെ റിംഗ് ലൈറ്റും സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ലൈറ്റിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വൺ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. ഞാൻ പറഞ്ഞത് ഞാൻ കുറേ എടുത്ത് വെച്ചതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയത്. നമ്മൾ ബോക്സിലേക്കാവുമ്പോൾ നമുക്ക് എത്ര വാങ്ങിയിട്ടുണ്ടെങ്കിലും തീരത്തില്ല. ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം. പുതിയ ഓരോ സാധനങ്ങൾ വരുമ്പോൾ അപ്പോൾ ഞാൻ എന്താക്കും, അതിലിങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ബഡ്ജറ്റ് ഒത്ത് വരുമ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കാറാണ് പതിവ്. അത് ഇപ്പോൾ അത്യാവശ്യമാണോ എന്ന് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതിൽ പകുതിയോളം ഞാൻ പറഞ്ഞല്ലോ ബോക്സിലേക്കുള്ളതാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചൂടോടുകൂടി നിങ്ങളെ കാണിച്ചു തരണമെന്നും കൂടി വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും വേണം അല്ലെങ്കിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.